ഇസ്രായേൽ തുടങ്ങി വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ അടിച്ച് ഈ ലോകത്തിന്റെ സാമ്പത്തിക ക്രമം മൊത്തം താറുമാറാക്കി, എണ്ണ ഉൽപ്പന്നങ്ങളും ഒക്കെ കിട്ടാതെയാക്കി, ഗൾഫ് മേഖലയെ ആകെ ദുരിതത്തിലാക്കി. ഇപ്പോൾ യുദ്ധം വെടിനിർത്തലിലാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇറാൻ വഴങ്ങാത്തത്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും ഇറാനെ കുറ്റം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ട്രംപിനെ കുറ്റം പറയുന്നുണ്ട്, ഇസ്രായേലിനെ കുറ്റം പറയുന്നുണ്ട്. സംഗതിയൊക്കെ ശരി, ഒരു യുദ്ധമല്ലേ, ഒരു യുദ്ധത്തിൽ സംഭവിക്കുന്നതൊക്കെ അല്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ കടുംപിടുത്തത്തിൽ നിൽക്കുന്നത്, പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും അതുപോലെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇറാന്റെ ഭരണാധികാരിയായിട്ടുള്ള നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആയത്തുള്ള ഖമേനിയാണ് കൊല്ലപ്പെട്ടത്. പിന്നെ കൂട്ടത്തില് അവരുടെ മറ്റ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അടങ്ങിയ ഒരു സംഘവും അമേരിക്കയുടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെയാണ് പറയുക. പക്ഷെ ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പിതാവിനെയാണ് കൊന്നത്. ഒരു വാപ്പാനെ കൊന്നു കഴിഞ്ഞാൽ മക്കളുടെ നിലപാട് എന്തായിരിക്കും? അതായത് പ്രവാചകൻ കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പരമോന്നത നേതാവാണ് അവരുടെ ആത്മീയ ഗുരു എന്ന് പറയുന്നത്, ആത്മീയ നേതാവ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ അവരുടെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമേനി ആയിരുന്നു. അങ്ങനെ ഒരാളെ വധിച്ചാൽ ഇറാൻ വെറുതെ ഇരിക്കില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ലോകത്തോ മറ്റേത് രാജ്യത്തിനും ഒരു ചുക്കം ചെയ്യാൻ പറ്റൂല. അവസാനത്തെ വ്യക്തി, ആ രാജ്യത്തെ അവസാനത്തെ വ്യക്തി, ഒരു ഷിയ മുസ്ലിം അവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർ പകരം ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നും ആ രാജ്യത്തുള്ള ഒരുപക്ഷെ യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അവരുടെ വിശ്വാസം വേറെയാണ്. അവരുടെ ആത്മീയ ഗുരു അല്ല ഈ പറയുന്ന ആയത്തുള്ള ഖമേനി, അവരുടെ ഭരണാധികാരിയാണ്. പക്ഷെ ആ ഭരണാധികാരിയെ വധിച്ചു എന്നത്, അവരുടെ ഭരണ നേതൃത്വത്തെ വധിച്ചു എന്ന ഒരു കാരണം അവർക്കുമുണ്ട്. ഇവിടെ ഒരു ജൂതരാഷ്ട്രം ആക്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ആക്രമിച്ചിട്ടുണ്ടോ എന്നതല്ല. ആ രാജ്യത്തെ, അതായത് ഇറാൻ എന്ന രാജ്യത്തെ പൗരന്മാരാണ് അവർ. പക്ഷെ ആ പൗരന്മാരിലുപരി മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ഗുരുവാണ്. അതായത് ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആത്മീയ ഗുരു എന്ന നിലയ്ക്കാണ്. അല്ലാതെ അയൽപക്കത്തെ മറ്റു മതസ്ഥരോ മറ്റു രാഷ്ട്രീയ നേതാക്കളോ അങ്ങനെയല്ല, അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കളോ അങ്ങനെയല്ല. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അവരുടെ ബാപ്പയായിട്ടുള്ള ആയത്തുള്ള ഖമേനിയെ കൊന്നു. അതൊരു വലിയ തെറ്റാണ്. അതിനവർ ക്ഷമിക്കില്ല, ഒരു കാരണവശാലും ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് എന്തൊക്കെ ചെയ്തിട്ടും ഇറാനെ പിടിച്ചു കെട്ടാൻ കഴിയാത്തത്. അതായത് മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ വഴിക്ക് കാര്യങ്ങൾ എത്തിയല്ലാതെ ഈ യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാവില്ല. ഇപ്പൊ അവസാനം പാകിസ്ഥാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. അങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് കാര്യം നടക്കാതെ വന്നപ്പോ ഇപ്പൊ റഷ്യ, വ്ളാദിമിർ പുടിൻ ഇടപെട്ടിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു. അങ്ങനെയാണ് കേൾക്കുന്നത്. അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ വന്നിട്ടുള്ള ആദ്യത്തെ 2 കരാറുകൾ എങ്ങനെ വരുമെന്നോ, ആ കരാർ ഒരു കാരണവശാലും അമേരിക്ക അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്ക മുന്നോട്ട് വെച്ച കുറച്ച് 10, 14, 15 ഉടമ്പടികളും ഇപ്പുറത്ത് ഇറാൻ മുന്നോട്ട് വെച്ച കുറച്ച് കരാറുണ്ട്. 10 കരാറുണ്ട്. ഞാൻ എന്റെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് ആ 10 എന്നുള്ളത്. ഇത് രണ്ടും പരസ്പരം അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം അമേരിക്കയ്ക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ ആവശ്യം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നാണ്. ഇറാന്റെ ആദ്യത്തെ വാദം തന്നെ യുറേനിയത്തെ കുറിച്ച് മിണ്ടിപ്പോകരുതെന്നാണ്. അത് നമ്മുടെ അവകാശമാണ്, അതുമേൽ സംസാരിക്കാൻ നിൽക്കരുത് എന്നാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരുടെ ചർച്ച എവിടെയും എത്താതെ പോകുന്നത്. ബാക്കിയൊക്കെ പിന്നെയല്ലേ. എന്നാൽ വ്ളാദിമിർ പുടിൻ ഒന്നുകൂടി കടന്ന് ഇറാനെ ഒന്ന് സമാധാനിപ്പിച്ച് ഒരു 2 കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ 2 കാര്യങ്ങളിൽ ഒന്ന്, അമേരിക്കൻ സേന അവിടെ നിന്ന് പിന്മാറിപ്പോണം, യുദ്ധം നിർത്തി മിണ്ടാതെ പൊയ്ക്കോളണം, പിന്നെ വേറെ വർത്താനമൊന്നുമില്ല, എല്ലാം വാരിക്കെട്ടി ഇങ്ങോട്ട് പോവാം. രണ്ടാമത്തത്, ഹോർമൂസിന്റെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അമേരിക്ക ഒഴിവാക്കുക. പഴയതുപോലെ, നേരത്തെ ഇറാന്റെ കസ്റ്റഡിയിലായിരുന്നു ഹോർമൂസ്, അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് തുടരും. അതായത് ഹോർമൂസ് തുറന്ന് അങ്ങോട്ട് വിടുക. ഈ 2 കാര്യങ്ങളും പ്രാഥമികമായി ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നതാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. പിന്നെ യുറേനിയത്തിന്റെ വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് വ്ളാദിമിർ പുടിൻ പറയുന്നത്. ഇറാനോട് പറഞ്ഞത് ഇപ്പൊ സംസാരിക്കേണ്ട, ഒരു കാര്യം ചെയ്യാം, പിന്നീട്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ചർച്ച മാറ്റിവെച്ചിരുന്നല്ലോ. അതിനിടയിലാണല്ലോ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇറാനെ കയറി അടിച്ചത്. അതുകൊണ്ട് തന്നെ ആ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോ അമേരിക്കൻ സേന പിന്മാറുക, അതുപോലെ ഹോർമൂസ് അങ്ങോട്ട് തുറക്കുക, ഇറാൻ അതിന് വേണ്ടത് ചെയ്യട്ടെ. ഈ 2 കാര്യങ്ങളും അമേരിക്ക അനുവദിച്ചു കൊടുത്താൽ തോറ്റു തുന്നം പാടിയതിന് തുല്യല്ലേ. ട്രംപിന്റെ ഒന്നാമത്തെ ആവശ്യം എന്താണ്? ഇറാനിലുണ്ടായിരുന്ന സമ്പുഷ്ടീകരിച്ചതോ അല്ലാത്തതോ യുറേനിയം അമേരിക്കയ്ക്ക് വേണം. അതായത് ഇറാൻ അത് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഇസ്രായേലിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്നാണ്. അതിനർത്ഥം എന്താണ്? അവിടെ ഉണ്ട് തന്നെയാണ്.
അമേരിക്കയുടെ സഖ്യരാഷ്ട്രമായിട്ടുള്ള എല്ലാവിധ ആണവ സൗകര്യമുള്ള ആണവ നിലയമുള്ള രാജ്യത്ത് ആണവ ആയുധം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇസ്രായേലാണ്. അവർ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ടാവും. 20 മേലെ ബോംബുകൾ അവരുടെ കയ്യിലുണ്ട്, അല്ല 200 മേലെ ഉണ്ട് എന്ന് പോലും പറയുന്നുണ്ട്. അതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളാണ്. ഒരെണ്ണം പോലും ഉണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. അവർ ആകെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആദ്യം ഇടില്ല എന്നതാണ്. ഇവിടെ ഇറാന് ചോദിക്കാനുള്ളത്, ഇസ്രായേലിന് ആകാമെങ്കിൽ, അമേരിക്കക്ക് ആകാമെന്നുണ്ടെങ്കിൽ, മറ്റെല്ലാ രാജ്യങ്ങൾക്കും ആകാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങൾ അത്തരത്തിലൊരു വളർച്ച കൈവരിച്ച ശേഷം ഞങ്ങൾ മതി, ഇനി നിങ്ങൾ വേണ്ട എന്ന് പറയുന്നതിന്റെ വാസ്തവം എന്താണ്? പിന്നെ ഞങ്ങളെ ഒരു സിസ്റ്റം, അതായത് ഇറാന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ആണവായുധം ഉണ്ടാക്കലോ ആൾക്കാരെ കൊന്നെടുക്കലോ അല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ ഊർജ്ജ പ്രതിസന്ധി, ഊർജ്ജ മേഖല പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കും, അത് ആ മേഖലയിൽ പ്രവർത്തിക്കും, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്നു. അത് വിശ്വസിക്കുകയല്ലാതെ അമേരിക്കയ്ക്ക് വേറെ മാർഗമില്ല. ഇനി ചർച്ച ഒരുപക്ഷെ നാളെ ഈ വെച്ചു കഴിഞ്ഞാലും, യുറേനിയം സംബന്ധിച്ചുള്ള ചർച്ച വെച്ചു കഴിഞ്ഞാലും ഇറാന്റെ നിലപാട് ഇത് തന്നെ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ റഷ്യ മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തോറ്റതിന് തുല്യമാണ്. അമേരിക്ക അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതല്ലാതെ ട്രംപിന് മുന്നിൽ വേറെ വഴിയില്ല. ഇപ്പൊ ഇതിനിടയിൽ അമേരിക്കയിൽ ഒരു നാടകം നടന്നു. അത് ട്രംപിനെയും അതേപോലെ വാട്സനെയും അടക്കമുള്ളവരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ ഒരു ശ്രമം ഹിൽട്ടൺ ഹോട്ടലിൽ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് 30-ാം തീയതി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. അതായത് 30-ാം തീയതി കഴിഞ്ഞിട്ടും ഇറാനെ ആക്രമിക്കാൻ ട്രംപ് മുതിർന്നു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലായിക്കോണം അവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ 11 പോലെ ഒരു ഭീകരാന്തരീക്ഷമാണ്. അതിന് കാരണക്കാരൻ ഇറാനാണ്. അതുകൊണ്ട് ഇറാനെ ഒതുക്കാതെ രക്ഷയില്ല എന്ന് അമേരിക്കൻ പാർലമെന്റ് അംഗീകരിച്ച് ട്രംപിന് യുദ്ധം ചെയ്യാൻ അനുമതി കൊടുത്തു എന്നോണം ചിന്തിക്കാൻ. എന്നാൽ 28 കഴിഞ്ഞ് ഏതാണ്ട് 30-നുള്ളിൽ അമേരിക്ക കട്ടയും ബോർഡും മടക്കി സാധനങ്ങൾ വാരിക്കെട്ടി പോവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ ആ നീക്കം പൊളിഞ്ഞു എന്നാണ്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കേവലം ഒരു ഭരണാധികാരി അല്ല കൊല്ലപ്പെട്ടത്, അവരുടെ ആത്മീയ ഗുരുവാണ്, ആത്മീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും അവരതിന് ക്ഷമിക്കില്ല, അവർക്ക് പൊറുക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഓരോ കുടുംബത്തിലും കയറി നമ്മുടെ പിതാക്കളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ മറ്റുള്ളവർ കൊന്നാൽ നമ്മൾ എന്ത് നിലപാടെടുക്കും, അതേ നിലപാട് തന്നെയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു നിലപാടുണ്ട്, ഇങ്ങോട്ട് ഒന്ന് ചെയ്താൽ, ഇപ്പോ ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിരുന്നു, 2-3 ദിവസത്തിനുള്ളിൽ ഇറാൻ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കയറി അടിച്ച് നിരത്തും എന്നാണ് പറഞ്ഞത്. അതിന് ഇറാൻ പറഞ്ഞ മറുപടി, നിങ്ങൾ ഇറാനിൽ എന്ത് ചെയ്യുന്നുവോ അതിന് 4 ഇരട്ടി തിരിച്ച് മറ്റിടങ്ങളിൽ സംഭവിക്കും, നിങ്ങൾ ഒന്ന് ചെയ്താൽ 4 സംഭവിക്കും, അത് ഓർത്തു വേണം ഇങ്ങോട്ട് വരാൻ എന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നിവൃത്തിയും ഇപ്പൊ ഇല്ല. മാത്രമല്ല അയത്തുള്ള ഖമേനി എന്ന അവരുടെ ആത്മീയ നേതാവിനെയാണ് ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊന്നത്. അതുകൊണ്ട് അവർ ക്ഷമിക്കും എന്ന് കരുതേണ്ടതില്ല. അതേസമയം മറ്റാരെങ്കിലും, ഒരു വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ, അയത്തുള്ള ഖമേനി ഇന്ന് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെയായിരിക്കില്ല വരുന്നത്. ഇതിനോടകം തന്നെ സമാധാന കരാറിൽ ഒപ്പുവെച്ചേനെ. കാരണം അയത്തുള്ള ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ഗുരുവാണ്. ആ ആത്മീയ ഗുരു എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവര്. ആ ആത്മീയ ഗുരുവിനെ അവർ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ പിതാവിന്റെ സ്ഥാനത്ത് അവർ കാണുന്ന, അവർ വിശ്വസിക്കുന്ന പ്രവാചകന്റെ തൊട്ട് താഴെ അവർ അവരോധിച്ചു വച്ചിരിക്കുന്ന ആ പുണ്യപുരുഷനെ കൊന്നുകളഞ്ഞവരോട് ക്ഷമിക്കാൻ ഇറാന് കഴിയില്ല. അതുകൊണ്ടാണ് ഇറാൻ കൃത്യമായ വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.